വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 2 നിർണായക ബില്ലുകൾ ഇന്ന് നിയമസഭയിലെത്തും. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്ന ബില്ലാണ് സഭയിൽ അവതരിപ്പിക്കുന്നതിൽ ഒന്ന്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ബിൽ നിയമസഭയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലും സഭയിലെത്തും. TS ഹരികൃഷ്ണ ചേരുന്നു വിശദവിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. സഭയിൽ നിന്ന് നിർണായകമായ 2 ബില്ലുകളാണ് വരുന്നത്. അതിലൊന്ന് ഈ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ്. വനമന്ത്രി തന്നെ പറയുന്നുണ്ട് അത് രാഷ്ട്രപതിക്കുള്ള ഒരു ദയാഹർജിയായിട്ടാണ് ഈ ബില്ല് എന്ന് പറയുന്നു. കേന്ദ്ര നൂലാമാലകൾ കടന്നു വേണം ഈ ബില്ല് പാസ്സാവാനും. പിന്നെ മറ്റൊന്ന്, സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിൽക്കുന്ന, സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ 2 ബില്ലിന്റെയും ഉള്ളടക്കം എന്താണ്? ഇതോടുകൂടി എന്തായിരിക്കും സാധാരണ പൊതുജനത്തിന് സാധ്യമാകുന്ന കാര്യങ്ങൾ? മോത്തി പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 ബില്ലുകളാണ് ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്കായി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെ. വന്യജീവി ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര വനനിയമം, ഒരു വനനിയമം എന്തായാലും നിലവിലുണ്ട്. പക്ഷേ അതിലൊരു ഇളവാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോൾ കാട്ടിൽ നിന്ന് വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അതിനെ കൊല്ലുന്നതിനു വേണ്ടി ഇപ്പോൾ അതിനൊരു അനുവാദം കിട്ടാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുവാദം നൽകി വരാൻ കുറച്ച് കാലതാമസം എടുക്കും. ആ കാലതാമസം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇളവാണ് ഈ ബില്ലിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ജില്ലാ ഭരണകൂടത്തിൽ തന്നെ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ ഭരണകൂടത്തിൽ തന്നെ ഒരു തീരുമാനം അക്കാര്യത്തിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ജില്ലയിൽ വന്നാൽ ആ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപടി സ്വീകരിക്കാൻ കഴിയും. ഇതാണ് ആദ്യത്തെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടും ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കേന്ദ്ര നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രായോഗികമായി മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഒരു ഭേദഗതി എന്നതിലുപരി അതിലൊരു ഇളവാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വനം മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് മുറിച്ചു മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അനുവാദമില്ല. പക്ഷേ അത് മുറിച്ചു മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ആദായം, അതിൻ്റെ പണം എന്ന് പറയുന്നത് ആ സ്വകാര്യ വ്യക്തി തന്നെ, ആ കർഷകർ തന്നെ കിട്ടുക എന്നുള്ള ഒരു രണ്ടാമത്തെ, ആ കർഷകർ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമത്തെ ബില്ല് നടപ്പാക്കുന്നത്. അങ്ങനെ 2 വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്കായി വരുന്നത്.